നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ കിണ്ടി വെള്ളത്തിൽ കൈവയ്ക്കും. ആകാശഗംഗ കൊണ്ട് സപ്തതീർത്ഥം ഹൃതതീർത്ഥം സപ്തയാമി. ഇനി മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തം പറഞ്ഞ് ബലിതർപ്പണം നടത്തുവാണല്ലേ? പിതൃതർപ്പണമാകുമ്പോ ആ കണക്കിൽ താൻ എന്റെയും പേരെഴുതി ചേർത്തിട്ടുണ്ടോ? ശ്രാദ്ധകർമ്മങ്ങൾക്കിടയിൽ ശല്യമുണ്ടാക്കാതെ ദൈവജത് മാറി നിൽക്ക്. ആട്ടങ്ങ തിരുമേനി, തീർക്കാൻ കണക്കുകൾ ഒരുപാട് ബാക്കി കിടക്കാൻ എനിക്ക്. അപ്പോഴാ തന്റെ ഒരു ശ്രാദ്ധകർമ്മം. എഴുന്നേറ്റ് വാടാ അങ്ങോട്ട്. അയ്യോ, എന്തായി കാണിക്കുന്നത്? മാറി നിൽക്ക്. ആരോടോ ഈ പുതിയ കക്ഷി? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ചത്ത് തൊലഞ്ഞു കാണുമെന്ന്? ഇല്ലടാ, നിനക്കെന്നെ കൊല്ലാനാവില്ല. കാരണം നിന്റെ ജീവൻ എടുക്കാനുള്ള ദൗത്യം കാലൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇത് കണ്ടോ? നീ അറുത്തുമാറ്റിയ എന്റെ കൈയുടെ ബാക്കി. ഈ ഷർട്ട് ഇങ്ങനെ തൂങ്ങിയാടുന്നത് ഒരു ഓർമ്മപ്പെടുത്തല. ഉള്ളിലെ പകയെ തീ പിടിപ്പിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തല്. ജീവ, നീ ജീവിക്കുന്ന തന്നെ കൃഷ്ണനെ തീർക്കാനാണെന്ന ഓർമ്മപ്പെടുത്തല്. ചാവാൻ കിടന്നപ്പോഴും അവസാന ശ്വാസത്തിന് വിട്ടുകളയാതെ പിടിച്ചു നിർത്തിയിരുന്നത് ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയിട്ടാ. നഷ്ടപ്പെട്ട എന്റെ കൈക്ക് പകരം നിന്റെ ഉയിര് വേണം എനിക്ക്. എന്നിട്ട് ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോകും. അതിനുവേണ്ടി തന്നെയാണോ വന്നിരിക്കുന്നത്? നിന്നെ തീർത്തിട്ട് ഞാൻ പോവൂ കൃഷ്ണ. അയ്യോ ഏട്ടാ,
ആള് മാറിപ്പോയി ജീവ. നോക്ക്, നിന്റെ കൈവെട്ടിയെരിഞ്ഞു കളഞ്ഞത് ഞാനാടാ കൃഷ്ണൻ. നിനക്ക് വേണ്ടത് എന്നെയല്ലേ? എന്റെ പ്രാണനെയല്ലേ വേണ്ടത്? അവനെ വിട്ടേക്ക് നീ. നമുക്ക് നേരിടാം, പക്ഷേ അതിപ്പോഴല്ല, ഈ ചടങ്ങ് കഴിഞ്ഞിട്ട്. ആദ്യം ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങളുടെ അച്ഛന്റെ ശ്രാദ്ധകർമ്മം നടക്കട്ടെ. ഡാ മുരുക, നീ എവിടെ ഇരിക്കടാ? ഇവനൊരു ചുക്കും ചെയ്യില്ല. കൃഷ്ണൻ പറഞ്ഞ നേരാ. ജീവനൊരു ചുക്കും ചെയ്യില്ല. ഇനി ഒരു ചുക്കും ചെയ്യില്ല ജീവൻ. കാരണം ഇനി ചെയ്യാനുള്ളതേ അവൻ ചെയ്തോളൂ. മനസ്സിലായി, പിടികിട്ടി എനിക്ക്. തിരിച്ചു വന്നു അല്ലേ സാക്ഷാൽ മുരുകൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വീരശൂര പരാക്രമിയെക്കുറിച്ച്. ഒരു പാവം തന്തയെ വെട്ടി കോഞ്ഞാട്ടിയാക്കിയിട്ട് എസ്കേപ്പ് ആയവനല്ലോടോ താൻ. താൻ എന്താ കരുതിയ കുറെ വർഷങ്ങൾ ഒളിവിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന എല്ലാവരും എല്ലാം അങ്ങ് മറക്കുന്നു? ദേ, ഇവന്റെ മുഖം നിന്നിലും ഇതുപോലെ കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും മറക്കില്ല. പ്രത്യേകിച്ചും കുരിശുമൂട്ടിൽ കൊച്ചു പത്രോസിന്റെ മകൻ സേവി. അറിയോ സേവിച്ചനെ? എന്നെങ്കിലും നിന്നെ കൈ കിട്ടുമ്പോ അടിവയറ്റിൽ കയറ്റാനായി നല്ല ഒന്നാം തരം വാളും പണിഞ്ഞ് കാത്തിരിക്കാടാ സേവിച്ചൻ. ഇനി ഈ ജീവൻ മാറി നിന്ന് കളി കാണാൻ പോവാ. വെറുതെ എന്തിനാ ഒരു കേസ് കൂടി പിടിച്ച് തലയിൽ വെക്കുന്നത്? അനിയനും ചേട്ടനും ഒരേ കത്തിക്ക് എരയാവുന്നത് കണ്ടു രസിക്കാൻ അസുഖം. ഒരു കൈ പോയെങ്കിൽ എന്താ? ദൈവം എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച ഒരുക്കി വെച്ചിരുന്നല്ലോ. നടക്കട്ടെ, ബലികർമ്മങ്ങൾ നടക്കട്ടെ. നിന്റെയൊക്കെ ബലി തീർക്കാനുള്ള ആളെ ഞാൻ വിളിച്ചു വരുത്തിക്കോളാം.